ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ് നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ നാസ്തയാക്കിന് മുട്ടയപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു പൂതി മുട്ടയപ്പം ഞങ്ങൾക്ക് മുട്ടയപ്പം നിറച്ചത് ഉണ്ടാക്കിയാലോ. എൻ്റെ മുട്ടയപ്പം നിറച്ചതാണ് കേട്ടോ. മുട്ടയപ്പം ചുടുന്നത് മുട്ടയില്ലാതാണ്, പക്ഷേ മുട്ട ഇട്ടിട്ട് നമുക്കൊരു മുട്ടയപ്പം നിറച്ചത് ഉണ്ടാക്കാം. അതിനാണ് ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് പച്ചമുളകും ചെറുതായി മുറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ചിട്ട് ഉള്ളിയും കൂടി എടുത്തിട്ട് ഒരു ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് എത്രത്തോളം നമുക്ക് മുട്ടയപ്പം നിറച്ചത് ഉണ്ടാക്കുന്നത് അതുപോലെ ഫില്ലിങ്ങും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളിക്കാണ് കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളിയാണ്. 2 മുട്ടയപ്പം നിറച്ചതാണ് കേട്ടോ, 2 മുട്ട. ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കുറച്ച് വേണ്ടോ എന്ന് വെച്ചാൽ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പുഴുങ്ങി വെച്ച മുട്ട 4ആയിട്ട് മുറിക്കാം. 4ആയിട്ട് പീസാക്കിയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മുതുമനായിട്ട് തന്നെ ഇടാം. തലയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി വെച്ച മുട്ട ജസ്റ്റ് കീറി കൊടുക്കട്ടെ. മുകളിൽ ഇങ്ങനെ ചെറുങ്ങനെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടയിലിട്ടിട്ട് കുറച്ചും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ടയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയപ്പത്തിൽ നിറച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിലാണ് കേട്ടോ. നമ്മൾ ചായക്കടയിൽ കിട്ടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലെ കഴിക്കാൻ വിചാരിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. മുട്ടയപ്പം ചുടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എനിക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഫോണും ഇതുപോലെ നിറച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ നിറച്ചെടുക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. മുട്ടയപ്പം നല്ലപോലെ പൊന്തി വന്നതായിരുന്നു. സൈഡ് ചെറുതായി ഒന്ന് കീറി കൊടുക്കട്ടോ. നമുക്ക് മസാല ഇടാണ്ട് സൈസിലനുസരിച്ച് കീറി കൊടുക്കാം, മുറിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു മുട്ട ഇട്ട് കൊടുക്കാം, പിന്നെ മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ 2 മുട്ടയപ്പത്തിൽ 2 മുട്ടയും കൂടി മസാലയൊക്കെ കൂടി നിറച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ മുട്ടയപ്പം നിറച്ചത്. നന്നായിട്ട് വെക്കണമെന്നില്ല, 2 പീസാക്കിയിട്ടും വെക്കാം, 4 പീസാക്കിയിട്ടും വെക്കാം കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ വെക്കാം. മുട്ടയപ്പം നിറച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.